നമുക്ക് ഭക്തിപൂർവ്വം നമുക്ക് വചനം കേൾക്കാൻ വേണ്ടി ഒരുങ്ങാം. ഒരു നിമിഷം നമുക്ക് ശാന്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് മനസ്സൊന്ന് ശാന്തമാകട്ടെ. മനസ്സിലേക്ക് വരുന്ന വചനം അത് നമുക്ക് ഭക്ഷണമാവട്ടെ. അതൊരിക്കലും ആരോചകമാകരുത്, അതൊരിക്കലും അസ്വസ്ഥതയ്ക്ക് കാരണമാകരുത്. കർത്താവെ, നിന്റെ വാക്കാണ്. ആ വചനത്തിൽ ജീവനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അതിനകത്ത് ആത്മാവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്റെ മുമ്പിൽ വീണ്ടും വരുന്നത്. എന്തിനു വേണ്ടിയാ? ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണം. ഒരുപാട് സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് ദൈവമേ ഞങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നതൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഞങ്ങളെ തളർത്തുന്ന കാര്യങ്ങൾ, ഞങ്ങളെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങൾ, ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ അരികിലേക്ക് വരുന്നത്. പക്ഷേ നിന്നെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ അരികിലേക്ക് വരുന്നത് ഞങ്ങളുടെ വേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളുടെ ആരോഗ്യത്തിനുള്ളത്, മനസ്സിനുള്ളത്, ആത്മാവിനുള്ളത്, ശരീരത്തിനുള്ളത്, ഞങ്ങൾക്ക് ശാന്തമായിട്ട് കിടക്കാൻ ഉറങ്ങാൻ വേണ്ടത്, ഇതൊക്കെയാണ് തരുന്നത്. ശാന്തമായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ, ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ, ദൈവിക ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ, പുണ്യവാന്മാരുടെ ഐക്യം ഞങ്ങൾക്ക് നൽകണമേ, വചനത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ, ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ കെട്ടുകൾ അഴിയുന്ന അനുഭവം തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചിടണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിലെ 8-ാം അധ്യായം 23 മുതൽ 27 വരെ. മത്തായി 8, 23, 27. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തിയെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ, രക്ഷിക്കണേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുണ്ടല്ലോ. അപ്പൊ സുവിശേഷത്തിൽ നമ്മൾ കേട്ടത് ഈശോ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടൊരു യാത്ര നടത്തുകയാണ്. കടലിലൂടെയാണ് യാത്ര. നമ്മളെ ഇതുപോലെ ഓരോ വഴിയിലൂടെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നമ്മളെ കൊണ്ടുപോകുന്നത് പോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു പ്രതിസന്ധി അവരുടെ മുമ്പിൽ വരുന്നത്. ഭയങ്കര കാറ്റ് വരും. അപ്പോഴാണ് അവർ മനസ്സിലായത് ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. അപ്പൊ അവരെ ചിന്തിച്ചപ്പോഴേക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ഈശോയെ ഉണർത്തിയേ പറ്റൂ. അപ്പൊ എഴുതി വെച്ചിട്ടുണ്ട് അവൻ ഉറങ്ങുകയായിരുന്നെന്ന്. സുവിശേഷത്തിൽ ഈശോ ഉറങ്ങുകയായിരുന്നെന്ന് ഇവിടെയാ പറഞ്ഞു വെച്ചിരിക്കുക. ബാക്കി എല്ലാവർക്കും ശിഷ്യന്മാർ ഉറങ്ങുന്നു, നമ്മൾ ഉറങ്ങുന്നു ഒക്കെ നമുക്കറിയത്തുള്ളൂ. പക്ഷെ ഈശോ ഉറങ്ങിയെന്ന് സങ്കീർത്തനം 121 പറയുന്നത്, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയേല, ഉറങ്ങിയേലെന്ന്. സങ്കീർത്തകൻ പറയുകയാണ് ഈശോ ഉറങ്ങത്തില്ലെന്ന്. മത്തായി ശ്ലീഹ പറയുകയാണ് ഈശോ ഉറങ്ങിയെന്ന്. അപ്പൊ ആര് പറയുന്നതാണ് ശരി? ഒരാൾ പറയുന്നത് ശരിയായിരിക്കും, ഒരാൾ പറയുന്നത് തെറ്റുമായിരിക്കാം. അപ്പൊ ഇവിടെ രണ്ടുപേരും പറയുന്നത് ശരിയാണ്. അപ്പൊ ഇവിടെ ഈശോ ഒരു സത്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈശോ ഉണർന്നിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര ഉണർന്നിരുന്നാലും കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യം ഉണർന്നിരിക്കണം. അതല്ലേ ഏറ്റവും വലിയ ബലമെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം കൂടെ ഉണ്ടെന്നുള്ളതാണ്. പണ്ടത്തെ കാരണവന്മാർക്കൊക്കെ ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവം ഉണ്ടെന്നേ, ദൈവം നടത്തി തരൂ. അതായിരുന്നു, അതൊരു ഭയങ്കര ബലമായിരുന്നത്. ഇന്നും മനുഷ്യൻ അതേ ബലമുള്ളൂ. ബാക്കി എന്തിനെങ്കിലും ബലമുണ്ടോ? ചിന്തിച്ചു നോക്കി. കുറെ കാശുണ്ടെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ബലമുണ്ടോ? ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം നിന്ന് നഷ്ടപ്പെടുന്നത്. ഈ കാശ് നഷ്ടപ്പെടാൻ കാരണം എല്ലാ സാധ്യതകളും ഇവിടെ നഷ്ടപ്പെടാനുള്ളത്. ദൈവ സാന്നിധ്യം ആർക്കാ വേണ്ട? ആരെങ്കിലും എടുത്തോണ്ട് പോകുമോ? ചിന്തിച്ചു നോക്കി. ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റാത്ത ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഈ ദൈവ സാന്നിധ്യം.
ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയില്ല, പിശാചിനെ തൊടാൻ പോലും പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവളുടെ യാത്രയിലാണ്, ബാഗിനകത്ത് പണമുണ്ടായിരുന്നു, ഡോക്യുമെന്റ്സ്, പിന്നെ ആധാർ, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാർഡുകളും ഉണ്ടായിരുന്നു. ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുമില്ല കയ്യിൽ. എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കാൻ പറഞ്ഞിട്ടില്ലേ? എങ്ങനെയാ സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നത്? ഇപ്പൊ നമുക്ക് ബാങ്കിൽ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്കിൽ കാശുമായിട്ട് ചെല്ലണം, നമ്മുടെ ചെക്ക് ബുക്കിൽ ഒരു ലീഫ് ഉണ്ടാകണം, അല്ലെങ്കിൽ അത് എഴുതി കൊടുക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഈ പിന്നെ ബാങ്കിൽ നിക്ഷേപിക്കണമെങ്കിൽ. സ്വർഗത്തിൽ നിക്ഷേപിക്കണമെങ്കിലോ? സ്വർഗത്തിൽ നിക്ഷേപിക്കണമെങ്കിൽ വിശുദ്ധന്മാർ പറയുന്നത് 3 കാര്യങ്ങളാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകാൻ ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിശുദ്ധൻ പറയുന്ന 3 കാര്യങ്ങൾ. അദ്ദേഹം പറയുന്നത്, 1, വിധവകളുടെ കയ്യിലേക്ക് എന്തെങ്കിലും കൊടുക്കണം. ആരോരും ഇല്ലാത്തവരാണല്ലോ വിധവകൾ, ഏകാഗ്രതയിൽ കഴിയുന്നവരാണല്ലോ. വിധവകളുടെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കണം. 2, പാവപ്പെട്ടവന്റെ വിശക്കുന്നവന്റെ വയറിന് എന്തെങ്കിലും കൊടുക്കണം. അതുകൊണ്ടാണ് ഈ മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ അത് നമുക്ക് അനുഗ്രഹമാകുമെന്ന് പറയുന്നത്. പിന്നെയോ പാവപ്പെട്ടവന്റെ കുടുംബത്തിന്. 3 കാര്യങ്ങളാണ് വിശുദ്ധന്മാർ പറയുന്നത്. ഒരു വിശുദ്ധൻ പറയും, പിന്നെ വേറെ ഉണ്ട് കേട്ടോ ഒത്തിരി. പ്രധാനപ്പെട്ടത് ഇതാണ് ആ വിശുദ്ധൻ പറയുന്നത്: വിധവകളുടെ കയ്യിലേക്ക് എന്തെങ്കിലും കൊടുക്കുക, പാവപ്പെട്ടവന്റെ കുടുംബത്തിൽ എന്തെങ്കിലും കൊടുക്കുക, വിശക്കുന്നവന്റെ വയറിൽ എന്തെങ്കിലും കൊടുക്കുക. അപ്പൊ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. ഇതാർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റിയല്ലെന്നാ പറയും. ബാക്കി എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇവിടെ ഈശോ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ഞാൻ ഇല്ലെങ്കിൽ, എന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാ. ദൈവം ഉണ്ടോ? വേറെ ആർക്കും കയറി വരാൻ പറ്റിയല്ല. അതായിരുന്നു അന്നും ഇന്നും ഉള്ള ബലം. അതാണ് ഇന്നും ബലം. അതുകൊണ്ടല്ലേ ഈ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ആൾക്കാർ എല്ലാ ദിവസവും നിത്യ കുർബാനയിലൊക്കെ പോകുന്നത്. ജോലിയുണ്ട്, എന്നാലും ഓടുകയാണ് കുർബാന. അത് കഴിഞ്ഞിട്ട് ഓടുകയാണ്. കാരണം അതിലേ ഉള്ളൂ ഒരു ബലം. ഇനി അതേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി ഒന്നിനും നമുക്ക് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുകയല്ല. പ്രിയപ്പെട്ടവരെ നമുക്ക് ആശ്രയിക്കാൻ പറ്റും? ചിന്തിച്ചു നോക്കി. നമ്മുടെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ നമ്മുടെ അരികിൽ എത്തുന്നത് എന്താ? അതും ദൈവസാന്നിധ്യമല്ലേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവരെത്തുന്നതിന് മുമ്പേ ദൈവസാന്നിധ്യം എത്തുന്നല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണ്? എൻ്റെ സാന്നിധ്യം മങ്ങലേറ്റാൽ, അല്ലെങ്കിൽ ഞാൻ കൂടെയില്ലെന്നുള്ള ചിന്ത വന്നാൽ, ദൈവം വേണ്ടെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് അത് കലാശിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഈശോ ഉണ്ടെന്നുള്ളത് നമ്മുടെ എവിടെയാ? നമ്മുടെ ഓർമ്മയിൽ അത് ഉണ്ടാകണം. അല്ലെങ്കിലോ എല്ലാം ഇന്ന് താളം തെറ്റാനുള്ള സർവ്വസാധ്യതയുണ്ട്. സർവ്വസാധ്യതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ആരും നടന്നിട്ടില്ലാത്ത യാത്രയാണ് ഓരോ ദിവസവും. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാത്ത യാത്രയുടെ പേരാണ്. ഇനി ചിന്തിച്ചു നോക്കിയേ, ഈ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിന്റെ കഥകളൊക്കെ കേൾക്കുന്നില്ല. ഇപ്പൊ സഭാചരിത്രം പരിശോധിച്ചാൽ ആദ്യം വിശുദ്ധരെ പ്രദാനം ചെയ്ത സഭ ഏതെന്നറിയാവും? ഏറ്റവും ആദ്യം വിശുദ്ധരെ കിട്ടിയത് നമ്മൾക്കൊക്കെ അടുത്ത കാലത്താണ് കിട്ടിയത്. അൽഫോൻസാമ, ഇന്ത്യയിൽ മദർ തെരേസ, അങ്ങനെയൊക്കെയുള്ളൊരു അടുത്ത കാലത്തല്ലേ. അതിനു മുമ്പേ വിശുദ്ധന്മാരുണ്ടായിരുന്നല്ലോ. ഏറ്റവും ആദ്യം വിശുദ്ധന്മാര് വന്നത് ഫ്രാൻസിലെ സഭയിൽ നിന്ന്. ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാർ വന്നു, ഒരുപാട് വിശുദ്ധന്മാരെ പ്രദാനം ചെയ്തു. അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതല്ല, നല്ല കുടുംബത്തിൽ നിന്നാണ്, പണ്ടത്തെ വാക്കില്ലായിരുന്നു, നല്ല കുടുംബത്തിൽ നിന്നാണ് നല്ല മക്കൾ, നല്ല ദൈവവിളി, ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറയില്ലായിരുന്നു. പണ്ട് ഫ്രാൻസിലെ സഭ അത്രയും വിശുദ്ധിയോടുകൂടിയാണ് ജീവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് വിശുദ്ധരെ ഇങ്ങനെ സഭയ്ക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചാൽ, ഈ അടുത്ത കാലത്തൊക്കെ ഒരു വിശുദ്ധൻ പോലും ഇല്ല. അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവരുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു, ലാളിത്യം നഷ്ടപ്പെട്ടു, ഐക്യം നഷ്ടപ്പെട്ടു. എവിടെ? സഭയില്. വിശുദ്ധി, ലാളിത്യം, ഐക്യം.
നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ടൊന്നും സംഭവിക്കുന്നു, നല്ലതൊന്നും ഇനി പുറത്തു വരുന്നില്ല. ഇപ്പൊ നമ്മളുടെ സഭയില് വിശുദ്ധന്മാരായി തുടങ്ങി, ഉടനെ ഐക്യം നഷ്ടപ്പെട്ടു. ഇത്രയും നാളായിട്ട് ഇത്രയും ആൾക്കാരിവിടെ ഉണ്ട്, എന്തു മെത്രാന്മാരാ. ഒരു പരിധി വരെ ചിന്തിച്ചാൽ നിസ്സാര പ്രശ്നമേ ഉള്ളൂ. ഞാനൊക്കെ ചിലപ്പോൾ ഇരുന്ന് ചിന്തിക്കാറുണ്ട്, ഒന്ന് തിരിയുന്നതിന്റെ പ്രശ്നമേ ഉള്ളൂ. ഏതാണ്, എവിടെയാണോ സത്യം, എവിടെയെങ്കിലും ആകട്ടെ, ഒന്ന് തിരിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഈ നന്മ ഉണ്ടാകുമ്പോൾ തിന്മ പ്രവർത്തിക്കുന്ന പറയുന്നു. നന്മ ഒരുപാട് ഉണ്ടാകുമ്പോൾ തിന്മ പ്രവർത്തിക്കും. ഇന്ന് വരെ പ്രശ്നം തീർക്കാൻ പറ്റിയിട്ടില്ല. എന്തുമാത്രം പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ കേരളത്തിലുള്ളതുപോലെ പ്രാർത്ഥനകളും ധ്യാന കേന്ദ്രങ്ങളും ജപമാല ചൊല്ലല്, കുർബാനയിൽ അറ്റൻഡ് ചെയ്തൽ, എത്ര മനുഷ്യരാ കുർബാനയിൽ പങ്കെടുക്കുന്നു. പ്രശ്നം തീർക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെയൊക്കെ തിരുനാളൊക്കെ എന്ന ആഘോഷമാണ്. അതിനകത്തും തിന്മയായിട്ടില്ല. തിന്മയെന്ന് പറഞ്ഞാൽ പിന്നെ എന്നതാ നടക്കുന്നത്, ചിലപ്പോൾ അതിന്റെ ഔട്ട്കം എന്താണ്. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, തിരുനാളിന്റെയൊക്കെ അവസാനം എന്ത് ലാഭം കിട്ടിയെന്നാ ചിന്ത പോകുന്നു. കൂട്ടുനേർച്ച അതിന്റെ അവസാനത്തെ എന്തെങ്കിലും പിന്നെ അവര് ചിന്തിക്കും, കണക്കൂട്ടുന്ന എന്താ, എന്ത് ലാഭം ഉണ്ടായി, എത്ര ആൾക്കാർ പങ്കെടുത്തു. അതാണ് ക്രൗഡിനെ ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ധ്യാനമൊക്കെ വിലയിരുത്തുന്നത് എങ്ങനെയാ? ആള് നോക്കിയിട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് ചിന്തിച്ചത്, ആള് നോക്കിയിട്ട് ഞാൻ ധ്യാനം നടത്തിയ. എനിക്ക് ഒരാളെ ഉള്ളെങ്കിലും ധ്യാനം നടത്തില്ല. ഒരാത്മാവിനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വില. ഇപ്പൊ നിങ്ങളുടെ വരുന്ന കാശ് കൊണ്ട് തലകുത്തി നിന്നാൽ എനിക്ക് ധ്യാനം നടത്താൻ പറ്റിയാൽ ചെലവുകൾ എങ്ങും ആകിയാൽ. പക്ഷെ ഞാനും എളിമപ്പെടണ്ടേ, ഞാനും വർക്ക് ചെയ്യണ്ടേ, ഞാനും ചോദിക്കും ആരോടെങ്കിലും ധ്യാനത്തിന് ചെലവുണ്ട്, അപ്പൊ എന്തെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും ചെറുതാകുന്ന എങ്ങനെയാ, ഞാനും വർക്ക് ചെയ്യുന്നേ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന എങ്ങനെയാ. അല്ലെങ്കിൽ പിന്നെ എനിക്കിപ്പോ കുറെ 10-50 പേര് വരുവാന്ന് ഓർത്തു, ഒരു 50 പേരൊക്കെ വന്ന ലാഭമുണ്ട്, ഉറപ്പ ലാഭമാണ്. കാരണം ചെലവെല്ലാം സെയിം അല്ല വരുന്നത്. അപ്പൊ ലാഭം നോക്കിയാൽ ഇന്നത്തെ രീതി മുഴുവൻ ലാഭം നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും. തമ്പുരാൻ പറഞ്ഞില്ല, നഷ്ടം വരുത്തിയാലേ ദൈവം ഇടപെടുവോ. നഷ്ടം വരുത്തണം, ചിലത് കയ്യിൽ നിന്ന് പോകണം, ചിലത് ഇങ്ങോട്ട് നമ്മൾക്ക് പിന്നെ ലാഭമായി, പിന്നെ ആ റേറ്റിംഗ് ചിന്ത മാറി. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ ഇത് നഷ്ടമാകാതെ ആരെങ്കിലും കൊണ്ട് തരണേ. അപ്പൊ എന്റെ പ്രാർത്ഥന, അപ്പൊ നിങ്ങളെക്കാൾ ഞാൻ പ്രാർത്ഥിക്കും. കാരണം പ്രാർത്ഥന വേണമല്ലോ. ഇപ്പൊ ഇവിടെ ഈ ഷെക്കൈന മിനിസ്ട്രി ഉണ്ട്, ഒരു ചാനലുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെയുള്ള ചാനൽ. അപ്പൊ അത് പിന്നെ ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ബെന്നി മുന്നത്രയാണ് അതിൻ്റെ ഒരു ആശംസ പറയാൻ, ബെന്നി മുന്നത്ര ശാലോമിന്റെ ആശംസ പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം ബെന്നി ഇങ്ങനെയാണ് പറയാൻ തുടങ്ങിയത്, ഈ ചാനൽ ഇവിടെ വിജയിക്കും. ഒരു മാസം അവർക്ക് 50 ലക്ഷത്തോളം രൂപ വേണം, വേറെ ഒരു ഇൻകോ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ വണ്ടർ അടിച്ചു, ഈ ചാനൽ ഇവിടെ വിജയിക്കും. എന്ത് കണ്ടാ ഈ മനുഷ്യൻ പറയുന്നത്? അതിന്റെ 2 കാരണങ്ങളും ഈ പിന്നെ ബെന്നി മുന്നത്ര പറഞ്ഞില്ലെന്നറിയാവോ? ഈ സന്തോഷാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സന്തോഷിന് മീഡിയയെ കുറിച്ച് ഒന്നും അറിയത്തില്ലെന്ന്. അപ്പൊ എനിക്കൊന്നുകൂടെ സംശയം കൂടി, ഈ ചാനൽ ഇവിടെ വിജയിക്കൂ എന്ന് പറഞ്ഞിട്ട് സന്തോഷിന് മീഡിയയെ കുറിച്ച് ഒന്നും അറിയത്തില്ല. 2, സന്തോഷിന്റെ കയ്യിൽ കാശുമില്ല. എന്നിട്ടായി മനുഷ്യൻ പറയുന്നേ വിജയിക്കുമെന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചെന്നറിയാവും, ഇത് മീഡിയയെ കുറിച്ച് ഒന്നും അറിയത്തില്ല, കാശുമില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും? അവൻ ദൈവത്തെ ഉറങ്ങാൻ അനുവദിക്കുകയല്ല. ഇപ്പൊ ദൈവം ഉറങ്ങാൻ അനുവദിക്കുന്നത് എപ്പോഴാ? എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോഴല്ലേ നമ്മുടെ പ്രാർത്ഥന കുറയുന്നു. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോവുകയാണ്, നമ്മുടെ പ്രാർത്ഥന കുറയല്. നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലോ നമ്മൾ ദൈവത്തെ വെറുതെ വിടുവോ? ഒറ്റ സെക്കൻഡ് പോലും ചിന്തിച്ചു നോക്കി. ഇപ്പൊ എൻ്റെ ഒരു പിന്നെ കസിൻ മലബാറിലാണ്. അപ്പൊ എന്തോ ഒരു രോഗമായി കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു പിന്നെ ലേസർ ട്രീറ്റ്മെന്റ്, അത് കൊണ്ടുപോകണമെങ്കിൽ ടാറ്റയുടെ ബോംബെയിൽ എവിടെയാണ്ട് കൊണ്ടുപോകണം. അവിടെയാണ്ടേ ഉള്ളു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത്. ആ മനുഷ്യനാണ് ഒരിക്കലും വെളി പോകുന്നതല്ലായിരുന്നു. ആദ്യമായിട്ടാണ് എന്നോട് വിളിക്കണം, ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഞാൻ അച്ഛനായിട്ട് ഇപ്പൊ 29 വർഷമായി. 29 വർഷത്തിനിടയിൽ ആദ്യം കാശ് ഇഷ്ടം പോലെയുണ്ട്, സ്ഥലമുണ്ട് ഇഷ്ടം പോലെ, മക്കൾ നല്ല IIT-യിലൊക്കെ പ്രൊഫസർമാരും ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പം പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, ഞാനും പള്ളിയിൽ പോവുക.
കുറെ ദിവസങ്ങളായിട്ട് ആ മനുഷ്യൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതെപ്പോഴും ഈശോ ഉറങ്ങിയിട്ടില്ല. ആ മനുഷ്യന്റെ ഉള്ളിലെ ഈശോ എണീറ്റു. എപ്പോഴാണ് ഒരു പ്രശ്നം വന്നപ്പോൾ എന്നെ ഒരു അത്ഭുതപ്പെടുത്തിപ്പോ. ഞാൻ ഭയങ്കര സന്തോഷിച്ചു. അപ്പം ഈ രോഗം ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്തല്ലോ. അപ്പൊ ഇവിടെ ഈശോ ഉറങ്ങിയതാണ് ഈ പ്രശ്നം. അപ്പൊ നമ്മുടെയൊക്കെ മുൻപിൽ ദൈവസാന്നിധ്യത്തിന് മങ്ങലേറ്റോ, അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ചിന്തിച്ചു നോക്കിയേ, ചരിത്രം പരിശോധിച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ ആരായിരുന്നു ചരിത്രത്തിലേക്ക് ക്രിസ്ത്യാനികളായിരുന്നു. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ. ആർക്കും അവരെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കി. ഈ പ്രവാചകന്മാരെ തീച്ചൂളയിലിട്ടു. തീച്ചൂളയ്ക്ക് അവരെ പൊള്ളലേൽപ്പിക്കാൻ പറ്റി. സിംഹക്കുഴി കൊണ്ടുപോയിട്ടു. സിംഹത്തിന് അവരെ കടിച്ചു കയറാൻ പറ്റിയോ? കോടതി കൊണ്ടുപോയിട്ടു. കോടതിക്ക് പോലും പലതും പറയാൻ പറ്റിയോ? എവിടുന്ന ഈ പവർ? ഈശോ ഉള്ളിലുണ്ട്. അതിലെ പൗലോസ്ലീഹ പറഞ്ഞു, ഞങ്ങളല്ല ജീവിക്കുന്നത്, ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. അതായിരുന്നു ഭയങ്കര ഒരു ധൈര്യവും ബലവും കിട്ടുന്ന അതായിരുന്നു. ഞങ്ങളൊക്കെ മലബാറിലെ എന്നാ പറയുന്നത്, ദാരിദ്ര്യ ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ചെറുകാലത്ത്. പള്ളിയില്ല, സ്കൂളാണെങ്കിൽ 8 കിലോമീറ്റർ പോകണമായിരുന്നു. കാരണന്മാരുടെ പ്രാർത്ഥനയും കണ്ടിട്ടുണ്ട്. അന്നുകൊണ്ട് ഇതിനേക്കാളും വലിയ സൗകര്യങ്ങൾ, വന്യമൃഗങ്ങളില്ല, ഹോസ്പിറ്റലിലില്ല, ഇതെല്ലാം. പക്ഷെ ജീവിച്ചു. ഞാൻ ഓർക്കുകയാണ്, അവിടെ ദാരിദ്ര്യ ദുഃഖവും കഷ്ടപ്പാടും ഉണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം പട്ടിണി കൊണ്ടൊന്നും മരിച്ചിട്ടില്ല. രോഗം വന്നൊന്നും ഒരു ദുരന്തമൊന്നും വന്നിട്ടില്ല. സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷെ ജീവിച്ചു. കാരണവരെല്ലാം അവർക്കൊക്കെ എന്നതായിരുന്നു, പള്ളി വേണമെന്നായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പള്ളി വേണം, പള്ളി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. അത്ര ദൃഢമായിരുന്നു. ഇതൊക്കെ ഇതിപ്പോ സൗകര്യങ്ങൾ കൂടി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എന്നാ പറയുന്നത്, ഞാൻ ശനിയാഴ്ച പള്ളി പോകണം. എത്ര കിലോമീറ്റർ നടക്കണമായിരുന്നു? 8 കിലോമീറ്റർ നടക്കാം. രാവിലെ എണീറ്റ് ഓടിക്കുമായിരുന്നു. അമ്മയും വരും. അതിനു മുമ്പേ ഭക്ഷണമൊക്കെ ഒരുക്കി. ഞായറാഴ്ച മാത്രമേ കുർബാന ഉണ്ടായിരുന്നുള്ളൂ എൻ്റെയൊക്കെ പള്ളികളിൽ. പിന്നെ കുറെ കഴിഞ്ഞ പിന്നെയാണ് ഇടവകപ്പള്ളിയായി, സ്ഥിരം കുർബാനയായിരുന്നു. പക്ഷെ കുർബാന ഒറ്റ ദിവസം മുടക്കിയല്ലായിരുന്നു. ഞാൻ നോക്കോടെ കുടുംബത്തിന്റെ ഐശ്വര്യം എന്നതായിരുന്നു ഈ പള്ളിയും പ്രാർത്ഥനയും ദൈവവിചാരമായിരുന്നു. അവരൊക്കെ അവരുടെ കയ്യിൽ ഒറ്റ വാക്കേ ഉണ്ടായിരുന്നു, കേട്ടോ, ദൈവം തരുന്നേ. സൗകര്യങ്ങളില്ലാണ്ട് വരുമ്പോൾ നല്ല വീടുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന എന്നാ പ്രത്യാശയോടെ പറയുന്നു. മുഖത്തൊന്നും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇവർ പറയുകയാണ്, ദൈവം തരും, കുറച്ചൊക്കെ വെയിറ്റ് ചെയ്താൽ മതി, ദൈവം തരുന്നേ. ആ വാക്കൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലൊക്കെ ഇപ്പോഴും ആ വാക്കിൻ്റെ ഒക്കെ എന്നാ പറയുന്നത് ദൃഢതയുണ്ട് ഇപ്പോഴും. ദൈവം തരും. ചില കാര്യങ്ങൾക്ക് വേണ്ടി അമ്മച്ചിയോടൊക്കെ നീ ധൈര്യമായിട്ട് പൊക്കോ എന്നൊരു വാക്കേ ഉള്ളൂ. ഈശോയും അതല്ല ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാനുണ്ട്. ഇന്ന് അങ്ങനെ വാക്ക് കൊടുക്കുന്ന മനുഷ്യർ കുറവല്ലേ? അതാണ് ഇന്ന് ഇവിടെ പറയുന്നത്. ഈശോ ഉറങ്ങി, പ്രശ്നങ്ങൾ വാങ്ങാൻ തുടങ്ങി. ഫ്രാൻസിലെ സഭയുടെ പ്രശ്നം എന്നതാ? ഐക്യം വേണ്ടെന്നേ. ഇനി എന്തിനാ ഐക്യം? എൻ്റെ ചെറുപ്പത്തിൽ മലബാറിൽ ഐക്യമില്ലാതെ ജീവിക്കാൻ പറ്റിയല്ലായിരുന്നു. ഐക്യമില്ലാതെ കാശ് കൊടുത്ത് പണിക്കാരെ വിളിക്കാനുള്ള കാശില്ല ആർക്കും തന്നെ. അപ്പൊ എന്ത് ചെയ്യും? ചേട്ടന്മാരെല്ലാം കൂടെ ഒരു 8-10 വീട്ടിലെ ചേട്ടന്മാർ ഒരുമിച്ച് കൂടിയിട്ട് ഒരു വീട്ടിലെ പണി തീർക്കുന്നു, അടുത്ത വീട്ടിൽ എല്ലാം കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഐക്യം നഷ്ടപ്പെട്ടു. ഇന്ന് സമ്പത്തായി, മതിലുകൾ കെട്ടി, കല്യാണത്തിനൊക്കെ പരിപാടി നടക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഓരോ വീട്ടിലെ സാധനങ്ങൾ കൊണ്ടുവരിക. അതായിരുന്നു റിയൽ കല്യാണം. ഒറ്റ ദിവസം കൊണ്ട് കല്യാണം തീർന്നു. ഇന്ന് കല്യാണം എത്രയായി ചിന്തിച്ചു നോക്കി. ഇന്ന് ഒരു കാണാൻ പോകുന്നു, ഉറപ്പിക്കാൻ പോകുന്നു, പിന്നെ ബ്രൈഡൽ ഷവർ എന്നും പറഞ്ഞ് ഇങ്ങനെ തുടങ്ങിയല്ലേ. ഇനിയിപ്പം കേരളത്തിൽ ഒന്നും തുണി കിട്ടില്ല, പോയി അതിനപ്പുറത്തോട്ട് പോയി. ആരാ ഇത് നിയന്ത്രിക്കുന്നത്? സമ്പത്ത് വന്നു. അതിലെ എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം തിന്മയാന്ന് പറയുന്നതിൻ്റെ ഇല്ല. തിന്മ അല്ല, സമ്പത്ത് തിന്മയല്ല, പക്ഷെ അത് വരുന്നു കഴിക്കും പലതും വേണ്ടെന്ന് വെക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ദൈവ സാന്നിധ്യത്തിന്റെ മേഖല ഉറങ്ങിയോ? അപ്പൊ നമ്മൾ ധ്യാനിക്കുന്ന ഇതിനു വേണ്ടിയാണ്, ഇത് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഫ്രാൻസിലെ സഭയ്ക്ക് പറ്റിയത് എന്തായിരുന്നു?
അവര് എല്ലാ സൗകര്യങ്ങളായി, പ്രാർത്ഥനയിൽ നിന്ന് കുറഞ്ഞു, ദൈവസാന്നിധ്യത്തിൽ നിന്ന് കുറഞ്ഞു. ഇനിയിപ്പം ഇന്നെന്നെ പറയുന്ന AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുക. അപ്പൊ എന്തിനാ ഇനി ദൈവം? ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന പ്രതിഭാസം. അപ്പൊ ഇന്നത്തെ പിള്ളേർ എന്നാ ചിന്തിക്കുന്നു? പണ്ട് പറയുന്ന ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവം തരും. ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുകയില്ല. മക്കൾ വേണോ? ദൈവം തരണം. ദൈവം തരുന്നു. ഇന്ന് ചികിത്സയിലേക്ക് പോകാൻ തുടങ്ങി. ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതുകൊണ്ടല്ലേ ഇന്ന് മൊബൈൽ മതി. അതിന് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ കിട്ടുന്നു, മനുഷ്യൻ ഒരു പരിധി വരെ തൃപ്തിയാകുന്നു. കുറെ കഴിയുമ്പോൾ ചിന്തിച്ചു നോക്കി, എവിടെ എത്തുമെന്ന് ചിന്തിച്ചു നോക്കി, എവിടെ ഇതെത്താൻ പോകുന്നു? അപ്പൊ അതുകൊണ്ട് നമ്മൾ ധ്യാനം കൂടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിലെ ദൈവസാന്നിധ്യത്തിന് എന്നാ പറയുന്നത്, ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലൊരു ദൈവബോധം ഉണ്ട്, ദൈവസാന്നിധ്യം ഉണ്ട്. ഞാനൊക്കെ പഠിച്ചത് മംഗലപ്പുഴ സെമിനാരിയിലാണ്. മംഗലപ്പുഴ സെമിനാരി ലോകത്തിലെ ഏറ്റവും വലിയ സെമിനാരിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആൾക്കാരില് ഒരു ബാച്ചൊക്കെ 10-80 പേരൊക്കെ ആയിരുന്നു. എല്ലാ റീത്തുകാരും കൂടെ ഒന്നിച്ച് സെമിനാരി ആയിരുന്നു. അതൊക്കെ പിന്നെ ഡിവൈഡായി. അതൊക്കെ എല്ലാം പൊളിറ്റിക്സ് കയറി ഓരോ രൂപതയ്ക്ക് ഓരോന്നാകണം എന്ന് പറഞ്ഞ് അതൊക്കെ ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ എല്ലാ റീത്തുകാരും എല്ലാ കോൺഗ്രിഗേഷൻ ഒന്നിച്ച് പഠിച്ച് എന്നാ പറയുന്ന അച്ഛനായിക്കൊണ്ടിരിക്കുന്ന സെമിനാരി ആയിരുന്നു. ഈ മംഗലപ്പുഴ സെമിനാരി പണിതത് എങ്ങനെയാണെന്ന് അറിയാവോ? അത് നവാറ പ്രൊവിൻസ്, സ്പെയിനിലുള്ള നവാറ പ്രൊവിൻസ് OCD അച്ഛന്മാരാണ്, കർത്തവ്യ കുപ്പായൊക്കെ ഇട്ട അച്ഛന്മാരാണ് അത് പണിതത്. അപ്പൊ ഫോറിനേഴ്സാണ്. അപ്പൊ അവര് ചിന്തിച്ചു, ലോകം നന്നാകണമെങ്കിൽ വൈദികര് വേണം. വൈദികരെന്തിനു വേണ്ടിയാ? ബലിയർപ്പിക്കാൻ. പള്ളികൾ വേണം, ബലിയർപ്പണം വേണം, കുമ്പസാരം വേണം, കുർബാന വേണം. അതുകൊണ്ട് ലോകം നന്നാകണമെങ്കിൽ വൈദികർ വേണം, വൈദികരുടെ അപ്പൊ സെമിനാരി വേണം. അപ്പൊ അവരെ OCD അച്ഛന്മാര് നവാറ പ്രൊവിൻസ് തീരുമാനമെടുത്തു, നമ്മളുടെ ഇനി ചെലവുകളൊക്കെ നമുക്ക് വെട്ടിക്കുറയ്ക്കാം, എന്നിട്ട് നമുക്കൊരു സെമിനാരി പണിയാം. അങ്ങനെയാണ് ആലുവ സെമിനാരി പടുത്തുയർത്തുന്നത്. ശരിക്കും കാണേണ്ട സെമിനാരി അതിനകത്ത്. അവിടുത്തെ കൊണ്ടിരുന്ന മാർബിളൊക്കെ കപ്പലെ കൊണ്ടുവന്നതാണ് അതിനകത്ത്. ഈ സക്രാരിയൊക്കെയാണ് മരതകം കൊണ്ടൊക്കെയാണ് പണിത് വെച്ചിരിക്കുന്നത്. ഭയങ്കര കോസ്റ്റ്ലിയാണ്. കാണേണ്ട ഒരു സെമിനാരിയാണ്, ഗോതിക് സ്ട്രക്ചറിൽ പണിത് വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ സമ്പത്ത് അവർ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ അവര് തിരുനാളുകൾ കുറച്ചു, ആഘോഷങ്ങൾ കുറച്ചു, നോമ്പുകളൊക്കെ കറക്റ്റ് നോക്കി അതിന്റെ ദശാംശമാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. കുറെ കഴിഞ്ഞപ്പോഴേക്ക് തലമുറ മാറ്റം ഉണ്ടായി. നല്ല നല്ല കാരണന്മാരൊക്കെ മരിച്ചുപോയി. തലമുറ മാറ്റം ഉണ്ടായപ്പോഴേക്കും ചെറുപ്പക്കാര് ഈ ഭരണത്തിലേക്ക് വന്നു. അപ്പൊ അവര് പറഞ്ഞു, നമുക്കിനി കൊടുത്താൽ നമുക്കിനി കാശില്ലാണ്ടാകും. അപ്പൊ നമുക്കൊരു ബാക്കപ്പ് വേണ്ടേ? അപ്പൊ നമ്മുടെ കാശ് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. പുറത്ത് കൊടുത്താൽ അത് നഷ്ടപ്പെടാം. അപ്പൊ നമുക്ക് കാശ് ഇല്ലാണ്ടാകാം. അപ്പൊ അവര് കൈയടിച്ച് സ്വീകരിച്ചു. തലമുറ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ സമ്പത്ത് കൊടുക്കാതെയായി. അപ്പൊ അവർക്ക് കാശിഷ്ടം പോലെയായി. അപ്പൊ എന്ത് ചെയ്തു? ആഘോഷങ്ങൾ കൂടി. അപ്പൊ ഇന്ന് അവര് പറയുന്ന ഞങ്ങളുടെ സഭ വൃത്തമന്ദിരമായി. ഈ ചലഞ്ച് ഇല്ലാണ്ട് വരുമ്പോൾ വൃത്തമന്ദിരമായി. ഇന്ന് ലോകത്തില് ഇൻകം ഉണ്ടാക്കാൻ ഇല്ലാത്ത ഒരു ഒറ്റ കോൺഗ്രിഗേഷനേ ഉള്ളൂ. അത് എൻ്റെ ഓർമ്മയിൽ വേറെ ഉണ്ടാകാം, പക്ഷെ പ്രധാനപ്പെട്ടത് മദർ തെരേസയുടെ കോൺഗ്രിഗേഷൻ. അവർക്കിങ്ങനെ ഇൻകം ഉണ്ടാക്കുന്ന സ്കൂളുകളോ കോളേജുകളോ ഒന്നുമില്ല. ഒരു സിസ്റ്റർ എന്ത് ചെയ്യണമെന്നറിയാവോ? 4 മണിക്കൂർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. നിയമം അത്. ഒരു സിസ്റ്റർ 4 മണിക്കൂർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് പിന്നെ അവർ പോകുമ്പോൾ അവർ വൗച്ചറൊക്കെ ആയിട്ടാണ് പോകുന്നത്. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ഇത് കൊടുത്തു, ഡൊണേഷൻ കൊടുത്തു, അതെല്ലാം അങ്ങോട്ട് അയക്കും. എല്ലാം ടാലന്റഡ്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ദൈവവിളിക്ക് കുറവില്ല. എന്ത് ചലഞ്ചിങ് ആയിട്ടുള്ള മിനിസ്ട്രി അവർ ഏറ്റെടുക്കുന്നു. അവരുടെ ഉറപ്പ് എന്തിൻ്റെ പേരില്ല? ദൈവമുണ്ട് കൂടെ. ചിന്തിച്ചു നോക്കി. ചങ്ങനാശ്ശേരിയിലെ ഒരു കോൺഗ്രിഗേഷൻ ഉണ്ട്. അത് ദൈവപരിപാലന ഭവൻ. സിസ്റ്റർ ലിറ്റിയാണ് അത് തുടങ്ങിയത്, ആ കോൺഗ്രിഗേഷൻ. അതിൻ്റെ അവരുടെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ ജനിച്ചപ്പോഴേ ഒരു വലിയ തലയൊക്കെ ഉള്ള പിള്ളേരുണ്ട്. തലയൊക്കെ വലിയ പിള്ളേരാണ് അവർക്ക് ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത്.
കാരണന്മാർ നോക്കുന്നില്ല, അവരെ നോക്കാൻ പറ്റിയല്ല, അപ്പൊ അവരെ ഇങ്ങനെ ഇവിടെ കൊണ്ട് കൊടുത്തേക്കുകയാണ്. അപ്പൊ ഇത് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് പടിയറ പിതാവാണ്. പടിയറ പിതാവ് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഈ പടിയറ പിതാവ് നോക്കിയപ്പോഴത്തേനും കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇവർക്ക്, ഒരു കെട്ടിടം, ചെറിയൊരു കെട്ടിടം. അപ്പൊ ഈ സിസ്റ്റർ ലിറ്റിയോട് പറഞ്ഞു, സിസ്റ്ററെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ചങ്ങനാശ്ശേരിയിൽ ഒരേക്കർ റബ്ബർ തോട്ടമുണ്ട്, ആ റബ്ബർ തോട്ടം നിങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാ ഇത് മുന്നോട്ട് പോകുന്നത്, സമ്പത്ത് വേണ്ടേ? ഒന്നും ആലോചിക്കാതെ ഈ സിസ്റ്റർ പറയാ, പിതാവേ വേണ്ടത്. നാളുകൾ കഴിഞ്ഞപ്പോഴും പിതാവ് ഇവിടെ വരുമ്പോൾ സിസ്റ്ററോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ പോകുന്നു പിതാവേ? അങ്ങനെയാണ് നിങ്ങൾ ആ റബ്ബർ തോട്ടം എടുത്തു, കാരണം നിങ്ങൾക്കൊരു ഇൻകം ആകുമല്ലോ. ഉടനെ സിസ്റ്റർ പറഞ്ഞു, അത് വേണ്ട പിതാവേ. അപ്പൊ സിസ്റ്ററോട് ചോദിക്കുക, എന്തേ ഞാൻ ഇങ്ങനെ 2 പ്രാവശ്യം ഓഫർ ചെയ്തു, ഫ്രീ ആയിട്ടാ തരുന്നത് ഈ റബ്ബർ തോട്ടം, ആരംഭകാലമല്ലേ, നിങ്ങളത് എടുത്തോ എന്ന് പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് വേണ്ടെന്ന് വെക്കുന്നതിന്റെ കാരണം എന്താ? ഉടനെ സിസ്റ്റർ പറയുകയാണ്, പിതാവേ ഞങ്ങളുടെ ഭവനത്തിന്റെ പേര് ദൈവ പരിപാലന ഭവനാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഞങ്ങളെ പരിപാലിക്കും, ഉറപ്പാകും. ഇനി ഞങ്ങൾ ഈ റബ്ബർ തോട്ടം മേടിക്കുക എന്നങ്ങ് സങ്കല്പിക്കും. കുറെ കഴിയുമ്പോൾ 25 വർഷമൊക്കെ ചരിത്രം എഴുതൂല, 25 വർഷം കഴിയുമ്പോൾ ഓരോ ദിവസവും എഴുതി വെക്കുന്നുണ്ട് ക്രോണിക്കിൾ എന്ന് പറഞ്ഞത്. എന്നിട്ട് 25 വർഷം ചരിത്രം എഴുതും. ചരിത്രം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ മിക്കവാറും വരാൻ സാധ്യതയുള്ളത് എന്നതായിരിക്കും, ആരംഭകാലത്ത് ഈ റബ്ബർ തോട്ടമാണ് ഞങ്ങളെ രക്ഷിച്ചത്. ആരെഴുതും ചരിത്രം? പിൻതലമുറക്കാരെഴുതും. പിതാവ് തന്ന റബ്ബർ തോട്ടമാണ് ആരംഭകാലത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ കാരണമായത് എന്ന് എഴുതാനുള്ള സാധ്യതയുണ്ട്. 25 വർഷം കഴിയുമ്പോഴും ഇത് ദൈവമാണ് പരിപാലിച്ചത് എന്ന് 25 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് എഴുതണമെങ്കിൽ ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അവരുടെ കമ്മ്യൂണിറ്റിയിൽ ദൈവം ഉറങ്ങിയിട്ടില്ല. ഇന്ന് ചില കുടുംബങ്ങളിൽ ദൈവം ഉറങ്ങും. ദൈവത്തെ വേണ്ടെങ്കിൽ ദൈവത്തെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുക കഴിഞ്ഞാൽ, ദൈവത്തെ അസ്വസ്ഥപ്പെടുത്തുക. കർത്താവെ രക്ഷിക്കണേ, നിലവിളിയല്ലേ എല്ലായിടത്തും. പക്ഷെ നിലവിളി ഉയരാത്ത കുടുംബങ്ങളുണ്ട്. ചില കുടുംബങ്ങളിൽ അത് വേണ്ട, സന്ധ്യാപ്രാർത്ഥന ഇല്ലാത്തതുണ്ട്, നിലവിളികൾ ഇല്ലാത്ത ഹൃദയങ്ങളുണ്ട്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ദൈവം ഉറങ്ങി. അപ്പൊ അവിടെ എപ്പം വേണേലും ഇങ്ങനെ പ്രതിസന്ധി വരാൻ മേലെ. അപ്പൊ നമ്മളിവിടെ വന്നു പോകുന്നു, കാരണം നമ്മുടെ ഉള്ളിലെ ദൈവസാന്നിധ്യം എണീക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടുകൂടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമില്ല. ജീവിക്കണം. എങ്ങനെയാ ജീവിക്കേണ്ടത്? ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുത്തേ പറ്റുള്ളൂ. ദൈവം വേണ്ടെന്നേ. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, അതായത് ഈശോ ഒരു പിശാചു ബാധി, 2 ഊമനായ പിശാചു ബാധിതനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈശോ വരികയാണ്. പിശാചു ബാധിതനെ ഈശോ രക്ഷിച്ചു. അപ്പോൾ പിശാചു ബാധിതനായ ആ ഊമനായ അവരുടെ ഉള്ളിലിരുന്ന് പിശാചു പറയുന്നുണ്ട്, ഞങ്ങളെ ദൂരോട്ടൊന്നും വിടരുത്, ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കും. അപ്പൊ ഈശോ അനുവദിച്ചു. പന്നികളെ കൊന്നത് ദൈവമല്ല, പിശാചാണ് പന്നികളെ കൊന്നത്. ദൈവത്തിന് അതിനകത്തൊരു ഭാഗവും ഇല്ല. ദൈവം മനുഷ്യനെ രക്ഷിക്കാനാ വന്നത്. പക്ഷെ ആ പിശാച് ചോദിച്ച് ഞങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ. അപ്പം എന്നിട്ട് ആ നാട്ടിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന് അനേകം പേര് വന്നെന്നാ പറഞ്ഞത്. എന്തിനു വേണ്ടിയാ വന്നത്? ആരാധിക്കാൻ വേണ്ടിയല്ല. ഈശോയെ നീ ഇവിടുന്ന് പുറത്തു പോകണം. അപ്പൊ അവർക്ക് വിലയുള്ളത് എന്താ? പന്നിയാ വിലയുള്ളത്. പന്നിയാണ് വിലയുള്ളത്. അപ്പൊ ദൈവം ഇവിടെ നിന്നാൽ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകും. ഇന്ന് ചിലയിടത്തുണ്ട്, ഇന്ന് ചില കാശുണ്ടാക്കുന്ന ഇങ്ങനെ കൈക്കൂലി, തെറ്റായ മാർഗം. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ചില ഡേർട്ടി ബിസിനസ് ഉണ്ട്. അവിടെ ദൈവം നിന്നാൽ ആ ഡേർട്ടി ബിസിനസ് നടക്കുകയല്ല. നമ്മളൊക്കെ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ കാശുണ്ടാക്കാമെന്നല്ല ചിന്തിക്കുന്നത്. ചില സ്ഥാപനങ്ങളുടെ ലക്ഷ്യം എന്നതാ? കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് പ്രോഡക്റ്റ് തുടങ്ങും, എന്തിനു വേണ്ടിയിട്ടാ? കാശുണ്ടാക്കാൻ വേണ്ടി. അല്ലാണ്ട് മനുഷ്യന്റെ വിശപ്പല്ല ലക്ഷ്യമാക്കുന്നത്, കാശുണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ആ ഡയറക്റ്റ് ബിസിനസ്സായി മാറി. അപ്പൊ എന്ത് ചെയ്യണം? ഈശോ പുറത്തു പോകണം. അപ്പൊ അവിടെയൊക്കെ അതുകൊണ്ടാണ് കുറെ കഴിയുമ്പോൾ അതൊന്നും നിലനിൽപ്പില്ലാത്തത്. അതിൽ ചരിത്രം പരിശോധിച്ച് നോക്കിക്ക്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു 300 വർഷത്തേനേ ഉള്ളൂ. ഈ ലോകത്ത് തുടങ്ങി ഏത് ഓർഗനൈസേഷനും എത്ര വർഷം ആയുസുള്ളൂ? 300 വർഷമേ ഉള്ളൂ ചരിത്രം. 300 വർഷം കഴിയുമ്പോൾ എല്ലാം അപ്രത്യക്ഷമാകും.
പക്ഷെ ഇന്നും അപ്രത്യക്ഷമാകാത്ത ഒരു സ്ഥാപനമുള്ളത് കത്തോലിക്ക സഭ. എന്തിയേ കത്തോലിക്ക സഭയ്ക്ക് പിടിച്ചു നിൽക്കുന്നത്? 300 600 എത്ര വർഷം കഴിഞ്ഞു? സൃഷ്ടിയുടെ ആരംഭം മുതൽ സഭയുണ്ട്. സഭ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കാരണം എല്ലാ ദിവസവും പ്രാർത്ഥനകൾ വരിക. ഒരു മാർപ്പാപ്പ കഴിയുമ്പോൾ അടുത്ത മാർപ്പാപ്പ, ഒന്ന് കഴിയുമ്പോൾ അടുത്തത്.